എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നേരം എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത്. ഞാൻ 2 ദിവസത്തേക്ക് എൻ്റെ പല്ല് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ 2 ദിവസത്തേക്കൊന്നും വരലില്ല, ലോങ് ലീവ് കിട്ടുമ്പോഴേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് തന്നെ കുറേ യാത്രാക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 10-10:30 ഞാൻ എണീച്ചത്. അപ്പോൾ എണീച്ചപ്പോഴത്തേക്ക് തന്നെ ഉമ്മച്ചി നല്ല ദോശയും ചമ്മന്തി ചട്ടിനിയും ഉണ്ടാക്കി വെച്ചിനും അത് കഴിച്ച് ഒരു 4 ദോശ ഞാൻ കഴിച്ച്. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ചെമ്മീൻ അച്ചാർ ഇടുന്നുണ്ടായിരുന്നു. ചെമ്മീൻ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ചെമ്മീൻ അച്ചാർ മാത്രം പോരെ, എനിക്ക് ബീറ്റ്റൂട്ടും നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് തരണം എന്നൊക്കെ പറഞ്ഞു. നേരെ എന്തായാലും ബീറ്റ്റൂട്ടും നെല്ലിക്കയൊക്കെ വാങ്ങണേനും പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നേരെ ഉമ്മച്ചി പറഞ്ഞു നമുക്ക് ടൗണിൽ പോയിട്ട് എല്ലാം വാങ്ങാമെന്ന്. അങ്ങനെയാണ് വാങ്ങാൻ പോയി. പിന്നെ എനിക്കാണെങ്കിൽ ഐലൈനറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ ഐലൈനർ തീർന്നു പോയി. ഞാനൊരു ഇൻസൈറ്റിൻ്റെ ഐലൈനർ വാങ്ങി. ഞാൻ ഇതുവരെ ഇൻസൈറ്റിൻ്റെ ഐലൈനർ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും തിന്നാനുള്ള സാധനം കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ബേക്കറി ഐറ്റംസ് മാത്രമാണ് കൊണ്ടുപോകലും. പിന്നെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ കൊണ്ടുപോകുക, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ വെച്ചിട്ട് അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ വാങ്ങിയാലും ബേക്കറി ഐറ്റംസ് ഞാൻ വാങ്ങാണ്ടൊന്നും നിൽക്കില്ല കേട്ടോ, അതും വാങ്ങിയേക്കും. ഇന്ന് രാത്രിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അറ്റൻഡൻസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് പോകുന്നത്. എനിക്കിവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകുന്നതേ ഇഷ്ടമല്ല. ദൂരെ നിന്ന് പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും എങ്ങനെയായിരിക്കും അതെനിക്കറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ്സാണ്. ഫസ്റ്റൊക്കെ ആണെങ്കിൽ പോയമ്പാടൊക്കെ എനിക്ക് തീരെ ഇഷ്ടമല്ല ഇനി അങ്ങോട്ട് പോകുന്നത്. ഞാൻ വീക്കെൻഡിലൊക്കെ വരുമായിരുന്നു. ഭയങ്കര ക്ഷീണമാണെങ്കിൽ ഞാൻ വീക്കെൻഡിലൊക്കെ വരുമായിരുന്നു. പിന്നെ യാത്രാക്ഷീണം കാരണം വരാണ്ടായത്. ഇപ്പോൾ ലോങ് ലീവിന് വരാൻ തുടങ്ങിയത്. ഞാൻ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുരയിലെത്തിയ ഉമ്മച്ചി പറഞ്ഞ് എൻ്റെ വീഡിയോയിൽ എൻ്റെ ചെടികളൊക്കെ കാണിക്കുകയും അങ്ങനെ ഉമ്മച്ചിൻ്റെ ചെടികൾ കാണിക്കുക. അന്നേരം കുഞ്ഞാവ് ദിസ് ഈസ് മൈ ഗാർഡൻ, ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ട ചെടികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള കൈയറ്റം തട്ടിപ്പോയിന്ന് കൈ മുറിഞ്ഞത് കാണിക്കാം. അത് കഴിഞ്ഞ് ഉമ്മച്ചി പറഞ്ഞു ഉപ്പിലിട്ട് തരണമെങ്കിൽ ബീറ്റ്റൂട്ട് അരിഞ്ഞിട്ട് വെക്കാൻ. ഞാൻ അരിഞ്ഞിട്ട് വെച്ച്. ഈ ഉപ്പിലിടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും. ഇപ്രാവശ്യം ഞാൻ ചെറിയ ബാഗായാലും കൊണ്ടുവന്നിട്ടുള്ളൂ, വലിയ ട്രാവൽ ബാഗൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് കുറച്ച് സാധനമേ കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. അധികം സാധനമൊന്നും വാങ്ങിയത് ഫുള്ള് തന്നെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. ആകെ കുറച്ച് സാധനമേ കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. ഞാൻ എന്നിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് കുത്തിക്കൊള്ളിച്ചാന്നെല്ലാം വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനിയിപ്പം നാളെ രാവിലെ അടുത്തു, നാളെ പുലർച്ചെ ആണ് കോട്ടയത്ത് എത്തിയുമ്പാട് എന്താ ചെയ്യുക, ഹോസ്റ്റലിൽ ചെന്നിട്ട് കുളിക്കുക, മാറ്റുക, പിന്നെ കോളേജിൽ പോവുക. ഉറങ്ങാൻ പോലും സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ബസ്സിൽ നിന്നുള്ള ഉറക്കം തീരെ ശരിയാവുകയില്ല. നാളെ ഫുള്ള് ക്ഷീണമായിരിക്കും. അതിനു എന്ത് ചെയ്യാനോ, കഷ്ടപ്പാട്. ഈ പല്ല് ടൈറ്റാക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നത്. അല്ലെങ്കിൽ ഞാൻ വരൂലേനും. ഞാൻ അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും മിനിമം ലീവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ച് പോകാനിറങ്ങി. എനിക്ക് കോഴിക്കോട് നിന്നാണ് ബസ്. എന്നെ കൊയിലാണ്ടി വരെ ഉമ്മച്ചി ഇറക്കി തരും. കൊയിലാണ്ടിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോടേക്ക് ബസ്സിന് പോകണം. സത്യം പറഞ്ഞാൽ ഈ ബസ്സിന് പോകുക എന്നുള്ളത് ഭയങ്കര മടുപ്പ് പിടിച്ച പരിപാടി. എനിക്കന്ന് ബസ്സിൽ പോകുന്നതേ ഇഷ്ടമല്ല. എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റൂ. ഈ കോട്ടയം പോയി വരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, സത്യം പറയാം, എനിക്ക് ആടെ പോകുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഈ യാത്ര. എനിക്കിഷ്ടമില്ലാത്ത യാത്ര വെച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഹോസ്റ്റലിനും ഫുഡിനും ഒന്നും പ്രശ്നമില്ല. ഈ യാത്രേൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. 8-10 മണിക്കൂർ ഇങ്ങനെ ബസ്സിലിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. യാത്ര ചെയ്യുന്നത് പറഞ്ഞാൽ ടൂർ പോകുന്നതൊക്കെ ഇഷ്ടം. ഈ ബസ്സിലുള്ള യാത്ര എനിക്കിഷ്ടമല്ല. ഇത്രയും യാത്രയും ചെയ്തു പോയിട്ട് അവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിനെക്കാട്ടിലും വിഷമം വരുന്നത്. രാവിലെ പോയാൽ തന്നെ ഒന്ന് കിടക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. കാണുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും ഒരു വലിയ ഡേ ആയിരുന്നു.